അയാൾ ബന്ധപ്പെട്ട് ആസ്പത്രിയിൽ വന്നെത്തിയപ്പോൾ ഒരു നേഴ്സ് അവളെ ഒരുക്കുകയായിരുന്നു. അവളുടെ വിളർത്ത മുഖവും രണ്ടായി മടഞ്ഞിട്ട മുടിയും മറ്റും നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അയാൾ മുഖം തിരിച്ചു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ സുഖക്കേട് മാറിയാൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകണം, അവൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ 7 കൊല്ലം മുമ്പ് നമ്മുടെ കല്യാണം കഴിഞ്ഞ മാസത്തിൽ നിങ്ങൾ എനിക്ക് ഒരു പച്ച പട്ടുസാരി തരാമെന്ന് പറഞ്ഞത്? ആ സാരി വാങ്ങണം, വേണ്ടേ? വേണം, എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം, അയാൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ഭംഗിയൊക്കെ പോയി ഇല്ലേ? ഇല്ല അമ്മു, നിൻ്റെ മുഖത്തിൻ്റെ ഭംഗി വർദ്ധിച്ചിരിക്കുകയാണ്, അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് നല്ല മുഖശ്രീയുണ്ട്, നഴ്സ് അവളുടെ കൈ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ ചിരിച്ചു. എത്ര മണിക്കാണ് ഓപ്പറേഷൻ, അവൾ ചോദിച്ചു. 7 മണിക്ക്. ഇന്ന് ആദ്യത്തെ ഓപ്പറേഷനാണ്, നഴ്സ് മറുപടി പറഞ്ഞു. നിങ്ങൾ പോരുമ്പോൾ ബേബി ഉണർന്നിരുന്നുവോ, അവൾ ചോദിച്ചു. ഇല്ല, ചരിഞ്ഞു കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു, അയാൾ പറഞ്ഞു. അയാളുടെ തൊണ്ടയിൽ അപ്പോഴും ഒരു തേങ്ങൽ തടഞ്ഞു നിന്നിരുന്നു. ഞാൻ മരിക്കുമോ, അവൾ ചോദിച്ചു. സത്യം പറയൂ, ഈ ഓപ്പറേഷനിൽ ഞാൻ മരിക്കുമോ? ഏയ്, മരിക്കുകയൊന്നുമില്ല, അയാൾ പറഞ്ഞു. എന്നിട്ട് കൃത്രിമമായി ചിരിച്ച് നഴ്സിൻ്റെ നേർക്ക് തിരിഞ്ഞു. നിങ്ങൾ മരിക്കുകയില്ല ഇപ്പോഴൊന്നും, നഴ്സ് പറഞ്ഞു. എത്ര പേർ സുഖക്കേട് മാറി ഇവിടെ നിന്ന് പോകുന്നു. പക്ഷെ ക്യാൻസർ. നീ വെറുതെ വിഷമിക്കരുതമ്മോ, നല്ല കാര്യങ്ങൾ ആലോചിക്കൂ, അയാൾ പറഞ്ഞു. എൻ്റെ ബേബിക്ക് പല്ല് വരുന്നതും അവൻ നടക്കുന്നതും ഒന്നും ഞാൻ കാണില്ലെന്ന് വരുമോ? അവനെ വളർത്താൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ലേ? സത്യം പറയൂ, ഞാൻ മരിക്കുമോ? അവൾ ഗദ്ഗതത്തോടെ വീണ്ടും വീണ്ടും ചോദിച്ചു. ഞാൻ മരിക്കുമോ? ഇല്ല, മരിക്കില്ല, ഞാൻ സത്യം ചെയ്യാം, നീ മരിക്കില്ല. അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് അവൾ കാണാതിരിക്കുവാൻ അയാൾ ജനൽവാതിലിലേക്ക് നടന്നു. വെളിച്ചമാവാത്തത് എന്താണ്, അവൾ ചോദിച്ചു. പുറത്തെ മരങ്ങളൊന്നും എനിക്ക് കാണാനില്ലല്ലോ. വരൂ, സമയമായി തുടങ്ങി, നഴ്സ് അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വരൂ, നമുക്ക് പോവാം. അവർ 3 പേരും ഒരു നീണ്ട ഇടനാഴിയിൽ കൂടി നടന്ന് ധാരാളം വിളക്കുകളുള്ള ഒരു തളത്തിലെത്തി. ഇവിടെ ഇരിക്കൂ, ഡോക്ടർ തിയേറ്ററിലേക്ക് വന്നിട്ടില്ലെന്ന് തോന്നുന്നു, നഴ്സ് പറഞ്ഞു. നിങ്ങളാണോ മിസ്സിസ് മേനോൻ? മറ്റൊരു നഴ്സ് ഒരു പുസ്തകവുമായി അവളുടെ അടുത്തേക്ക് വന്നു. വികാരരഹിതമായ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മു തലകുലുക്കി. ഇവിടെ ഒപ്പിടണം, നഴ്സ് അവളോട് പറഞ്ഞു. അവൾ പേന വാങ്ങി ഒപ്പുവെച്ചു. നീ പരിഭ്രമിക്കരുത്, അയാൾ പറഞ്ഞു. ഇല്ല, ഞാൻ ആ പച്ച പട്ടുസാരിയെ പറ്റി ആലോചിക്കുകയാണ്. 2 വക്കത്തും കസവുള്ള പച്ചസാരി, അവൾ പറഞ്ഞു. അയാൾ പെട്ടെന്ന് അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവളുടെ കൈകൾ തൻ്റെ കൈകൾക്കിടയിൽ വച്ചു. എൻ്റെ അമ്മു, ഞാൻ നിന്നെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയില്ലേ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലാണ് എനിക്ക് കരച്ചിൽ വരിക, അമ്മു പറഞ്ഞു. നീയും ഞാനും കൂടി ഷോപ്പിങ്ങിന് പോവും, ബേബിയെയും കൊണ്ട് നടക്കാൻ പോവും, എന്തൊക്കെ ചെയ്യാൻ ബാക്കി കിടക്കുന്നു, അയാൾ പറഞ്ഞു. വരൂ, സമയമായി, നഴ്സ് മുറിയിൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ മേനോൻ, നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് പ്രവേശനമില്ല, ഇവിടെ ഇരിക്കാം. തിയേറ്ററിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ അമ്മു തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ പച്ച പട്ടുസാരി മറക്കരുത്. എന്നിട്ട് അവൾ അവസാനമായി അയാളെ നോക്കി ചിരിച്ചു.